നല്ല ഒറിജിനൽ സാധനമാണ്. മിലിറ്ററി. അടി അടി കുറച്ചുകൂടെ വിളിച്ചോ. എങ്ങനെയുണ്ട്? അതാണ് മിലിറ്ററി. എനിക്കിതെ പറ്റിയൊന്നും അറിയില്ല, പക്ഷെ പലരും പറഞ്ഞിട്ടുണ്ട് മിലിറ്ററി നല്ല സാധനമാണ്. മിലിറ്ററി ചേർന്നാ മതിയായിരുന്നു. ഒരെണ്ണം കൂടി ഒഴിക്കേ. നിർത്തുന്നു എന്നിട്ടൊന്നും നിർത്തിയേ നിർത്തിയടാ. ഇതോടെ നിർത്തിയത് നിങ്ങളൊന്നും ഒരു കാലത്ത് നന്നാവൂല. ഇത് മിലിറ്ററിയാണ്. പിന്നെ മിലിറ്ററിയാണ് കുളിറ്ററിയാന്ന് ഓരോരുത്തർ കാലത്തിന് ഇറങ്ങിക്കോളും. അത് സാരില്ല മോനെ. എന്തോ എന്റെ പേര്? ജോസ്മോൻ. ജോസ്മോനെ, എന്റെ ഒരു സുഹൃത്തെ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങിയടാ. നീ വരുന്നോ? നിന്നെ അവിടെ ചേർക്കാം. എനിക്ക് താല്പര്യമൊന്നുമില്ല. എടാ 400 രൂപ ഇട്ടോടാ ഒരു ദിവസം. എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞില്ല. പിന്നെ കോപ്പ മനുഷ്യനാടാ. അവന് താല്പര്യമില്ല. അവൻ പ്രമാണി. തമ്പി ചേട്ടാ, എന്റെ സ്കൂട്ടറിന്റെ കളർ ബ്ലാക്ക് അല്ലേ? ആയിരിക്കും. അതൊന്ന് വൈറ്റ് ആക്കിയാലോ എന്നൊരു ആലോചന. എന്തിന്? നിനക്ക് വൈറ്റ് ചേരില്ല. അതെന്താ? ബ്ലാക്ക് മതി. നീ രാത്രിയിൽ ഇങ്ങനെ സഞ്ചാരമൊക്കെ ഉള്ള ആളല്ലേ, അതുകൊണ്ട് നിനക്ക് വൈറ്റ് വേണ്ട, ബ്ലാക്ക് മതി. തമ്പിയണ്ണ ആ ക്ലീറ്റിസിടം വരാൻ നേരായിട്ടാ. വെറുതെ വായിലൊക്കെ തെറിയാക്കണ്ടാ. ഒരു രണ്ടെണ്ണം അടുപ്പിച്ച് വിളിച്ചേ. ക്ലീറ്റസ് വരുവോ? ക്ലീറ്റസ് ഒന്നും വരില്ല. നീ പെട്ടമാരെ. സത്യത്തിൽ ഞാൻ വന്നത് അതിനല്ല. ഒഴിച്ചോ. ഞാൻ ഓർക്കായിരുന്നു തമ്പിച്ചേട്ടാ, നിങ്ങളും ദേ ഈ ചെറുക്കനും കാളകളെ പോലെ ഇവിടെ കിടന്ന് പണിയെടുക്കുക. നിങ്ങളുടെ ബോസുമാരില്ലേ, ക്ലീറ്റസും ഗിരിയും, അവന്മാര് കാറൊക്കെ എടുത്ത് വലിയ സെറ്റപ്പിൽ കറങ്ങി നടക്കുക. ക്ലീറ്റസ് വലിയ കുഴപ്പക്കാരനൊന്നും അല്ല, പക്ഷെ ആ ഗിരി ഉണ്ടല്ലോ, അവൻ വിടക്ക. സത്യത്തിൽ രണ്ടും ചെറ്റകളാ. അവന്മാർക്ക് അവന്മാരുടെ കാര്യമുള്ളൂ. എന്നാലും ഇവന്മാർക്ക് എവിടുന്നാ ഇത്രയും പൈസ വന്നെന്നാ ഞാൻ ഈ ആലോചിക്കുന്നു. നല്ല തട്ടിപ്പായിരിക്കും. നീ പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ എന്താന്ന് എനിക്ക് മനസ്സിലായി. എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നീ ഈ ചളുക്ക വിഗ്ഗും വെച്ച് എന്നോട് ഈ വക ഊള വർത്താനം പറയുന്നത് എന്തിനാന്ന് എന്നോട് ഇപ്പൊ പറയാം. എന്നോട് പറയണ്ടേ? അല്ല ഒന്നുമില്ല, അവൻ ഊമയായി പോട്ടെ. എന്നാലും ആ മിലിറ്ററി കൊടുക്കണ്ടായിരുന്നല്ലടാ. നിങ്ങളൊരു കാലത്ത് പണ്ടാറം പിടിക്കാനായിട്ട്. വിളിക്കണോ? ഹലോ മനീഷേ, ഞാൻ ക്ലീറ്റസ് ആണ്. സോറി, മനസ്സിലായില്ല കേട്ടോ. നമ്മള് കോഫി ഷോപ്പിൽ വെച്ച് പറയട്ടെ, എന്തുണ്ട് വിശേഷം? ഞങ്ങളിങ്ങനെ ഫ്ലാറ്റിന് താഴെയുണ്ട്. ഈ വഴി പോയപ്പോ അങ്ങനെ വിളിക്കാന്ന് വെച്ച് വിളിച്ചതാ. എന്നാ വാ, കേറിട്ട് പോ. ശരി. ഫ്ലാറ്റ് നമ്പർ 5B. വാ. ഇതാണ് നമ്മുടെ ഒരു കുടി കിടത്ത സെറ്റപ്പ്. കൊള്ളാം. ചേട്ടാ ഒരു ഇരിക്ക്. വീക്കെൻഡ് അല്ലേ, അതിൻ്റെ ചെറിയൊരു ആഘോഷമാണ്. ഇവിടെ ബിയർ മാത്രമേ ഉള്ളൂ. സാധനം ഞങ്ങളുടെ ഉണ്ട്. ഓക്കെ, എന്നാൽ ഞാൻ പോയി ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് വരാം. നമുക്ക് ഒരെണ്ണം ഒഴിച്ചിട്ടാവും ബാക്കി സംസാരം. മനീഷ ഇവിടെ ഒറ്റയ്ക്കാണോ? ഒറ്റയ്ക്കാണ്. നമ്മളെയൊക്കെ അന്വേഷിച്ച് ആര് വരാനാ? അല്ല, നിങ്ങളെന്താ ആകെ ഓഫായിട്ടിരിക്കുന്നത്? എന്നാ ഇരിക്കവിടെ, ഒന്ന് ഉഷാറാവോ. ഇരിക്കിരിക്കിരിക്കുക. വാ, ഞാൻ പെട്ടെന്ന് ഒരു ഗ്ലാസ് എടുത്തിട്ട് വരാം. ഓക്കെ. സോഡയില്ല ചേട്ടന്മാരെ, വെള്ളം കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. മനുഷ്യ കഴിക്കുന്നില്ലേ? ഞാനിത് തീർത്ത് കഴിഞ്ഞിട്ട് എടുത്തോളാം. അല്ല, ഞാൻ തന്നെ ഒഴിച്ചു തരാം. ഐസ്? എനിക്ക് ഐസ് വേണ്ട. ചേട്ടനോ? വേണ്ട. വെള്ളം ഒഴിക്കാമല്ലോ അല്ലേ? ഒരു സെക്കൻഡ്, ഞാൻ വരും. ഹലോ സർ, ഗുഡ് ഈവനിങ്. സർ ഫ്ലാറ്റിൽ തന്നെ ഉണ്ട്.
ആ സാർ ഞാൻ വിവേകിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല, ഹാൻഡ് റൈറ്റിംഗ്. ഓ, ഇന്നോ? അത് ശരിയാക്കി എടുത്തു. ചേട്ടന്മാര് വരുന്നു എന്ന് പറഞ്ഞപ്പോ അജയുടെ ഐഡിയ ആയിരുന്നു ഇങ്ങനൊരു സർപ്രൈസ്. അപ്പൊ ചേട്ടന്മാരെ cheers. നമ്മൾ കിരിച്ചാനും ക്ലീൻസാനും കണ്ടിട്ട് 2 ദിവസമായാലും തമ്മിണ ഞാൻ ഇന്ന് വിളിച്ചു. വിളിച്ചിട്ടുണ്ടായോ? നാളെ രാവിലെ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. എന്താ അവരെ പരിപാടി എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവരെ കാണാല്ലാണ്ടായപ്പോ ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങി. കല്യാണം ഉറപ്പിച്ച അല്ലടാ, ഞാനിതൊക്കെ കൊത്തിയരിഞ്ഞിട്ട് സൂപ്പ് വെച്ച് കുടിക്കാൻ പോവാ. നിനക്ക് വേണോ? വൃത്തിയായിട്ട് അവനെ ആൾക്കാരൊക്കെ വല്ല കണ്ണിക്കണ്ടും പറയട്ടെ. അവര് രക്ഷപ്പെട്ട നമ്മള് രക്ഷപ്പെട്ടില്ല തമ്പിയണ. അതാ ഞാനും പറയണ്. പിന്നെ സുതേച്ചി എന്ന് വർക്ക്ഷോപ്പ് കൊടുക്കാന്ന് പറഞ്ഞപ്പോ ആദ്യം ഞെട്ടിയത് ഞാനാ. ഞാൻ പിന്നെ അത് പുറത്ത് കാണിച്ചില്ലെന്നുള്ളൂ. സുധേജി വർക്ക്ഷോപ്പ് കൊടുത്തു എന്ന് പറഞ്ഞ് ഏത് നിമിഷം വരുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ. മരിച്ച വീട് എവിടെയാ? എന്ത് മരിച്ച വീട്? വീട് മരിക്കേ? എടോ, മരണം നടന്ന വീട്. മരണം നടക്ക്. ഒന്ന് പോടോ. തമ്പിളും കൂടെ വന്നേ. മരിച്ച കാലത്തെ കള്ളും കുടിച്ചിങ്ങനെ വരും. വീട്ടിൽ നിന്നാ എന്ത്? എന്താ മച്ചി? നോക്കട്ടോ. ഓക്കെ ഓക്കെ, ഇവിടുത്തെ കേസൊക്കെ ഓക്കെ ആവും. ഓക്കെ മച്ചി ട്ടാ, വെച്ചോ ട്ടാ. ഓക്കെ. എന്താണ്? ഇപ്പൊ ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ച് തമ്മിണ. പ്രൈസ് നമ്മുടെ കോഡിന്റെ കേസൊക്കെ ഓക്കെ അല്ലേ? അതൊക്കെ ഞാൻ ക്ലീറ്റസിനോട് പറയാം. ഉറപ്പ്? എന്നാ എന്റെ വക തമ്പിയുടെ പൈന്റ് എന്നാ നീ പറഞ്ഞ പൈനട് വാങ്ങിക്കേ. കുടിക്കാനുള്ള കൊതി അപ്പൊ വരും. അല്ല. എന്തെങ്കിലും ആവട്ടെ, വാങ്ങിത്തരാൻ എന്റെ തമ്പിക്കുടിയോ. ഓ, ഗിരിയേട്ടാ, ചോറ്റാനിക്കരാമയ്ക്കുള്ള മറക്കല്ലേ. എന്തൊരു ആലോചന. ഒരു ബിസിനസ് തുടങ്ങിയാലോ? പറ്റിയ സമയം. ഞാൻ ബിസിനസ് ചെയ്ത് ഇത് മതിയായി. ഞാൻ ഒരുപാട് ബിസിനസ് തുടങ്ങി, അതെല്ലാം പൊളിഞ്ഞു. ഇത് ഞാനോ താനോ അല്ല, നമ്മൾ ഒരുമിച്ചൊരു ബിസിനസ് തുടങ്ങിയാലോ? എന്ത് ബിസിനസ്? ഓക്കെ, തനിക്ക് 15 വർഷത്തെ വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ എൻ്റെ ബിസിനസ് എക്സ്പീരിയൻസും കൂടെ നോക്കിയേ. മനീഷ അല്ലേ അത്? ശ്രീകുമാർ സാറിൻ്റെ മോളും ഉണ്ടല്ലോ കൂടെ. അവളല്ല അല്ലേ? അല്ല, ആ കുട്ടി അപ്പം കുട്ടി തന്നെ അല്ലത്? വണ്ടി എടുക്കും. സാറിന്റെ മോളുടെ മുടി ഇങ്ങനെയല്ല. അത് ഫാഷൻ അനുസരിച്ച് അവിടെ ഒന്ന് കൂടി കുറഞ്ഞൊക്കെ ഇരിക്കും. പറയാൻ പറ്റില്ല, ഫാഷനല്ലേ. ഏയ്, ഇത് ശ്രീകുമാർ സാറിൻ്റെ മോളൊന്നുമല്ല കേട്ടോ. പാതിരാത്രി ഒരു പെങ്കൊച്ചിനെയും കൊണ്ട് ഫ്ലാറ്റിനകത്തേക്ക് കയറി പോകുന്നത് എന്തിനായിരിക്കും? ഏയ്, അതിനായി ഇരിക്കും. എടോ, ഫ്രോഡാട്ടാ. ശ്രീകുമാർ സാർ പറഞ്ഞാൽ എന്തോ കാര്യമുണ്ട്. തവണ്ട എടുത്ത്